തിരുവാണിക്കാവിലമ്മയ്ക്ക് കാവലാളായ കൊച്ചുമിടുക്കനെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനും ഉപഹാരങ്ങൾ സമർപ്പിക്കാനുമായി നിരവധി പേർ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി. വിഷു ദിനത്തിലാണ് എനി ടൈം ന്യൂസ് കാവിലമ്മയ്ക്ക് കാവലാളായ കൊച്ചുമിടുക്കന്റെ കഥ എന്ന പ്രത്യേക സ്റ്റോറി പുറം ലോകത്തെ അറിയിച്ചത്. വാർത്ത കണ്ട ഉടൻ UK-യിലുള്ള ദീപക് എന്ന പ്രേക്ഷകൻ വിളിച്ച് ഋഗ്വേദിന് വേണ്ട പഠനോപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അഗമല ഭാരതീയ വിദ്യാഭവൻ വിദ്യാർത്ഥിയാണ് ഋഗ്വേദ്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ PN രാജൻ പഠനോപകരണങ്ങൾ ഋഗ്വേദിന് കൈമാറി. ഒരു പ്രതിഭ രംഗത്ത് കൊണ്ടുവന്ന എനി ടൈം ന്യൂസിനോടാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. പ്രത്യേകിച്ച് രാജശേഖരൻ ഇതിനാണ് എനിക്ക് അദ്ദേഹം എടുത്ത ആ സ്റ്റോറി ഇതൊക്കെ ഇന്ദിരാന്തിരിയാണ് എനിക്ക് അയച്ചു തന്നത്. ഞാൻ കണ്ടത് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളെ എഴുന്നേറ്റ് വരുമ്പോൾ മൊബൈലും കേൾപ്പിച്ചിട്ടാണ് വരിക. അതും കാലത്ത് 10 മണിക്ക് ഞാൻ കുട്ടികൾ എനിക്കുക. എൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, 2 പേരക്കുട്ടികളുണ്ട്. ശനി ഞായറായ അവർക്ക് 10 മണിയാവാതെ എനിക്കില്ല. ഫുൾ ടൈം ഈ മൊബൈലിൻ്റെ മുമ്പിൽ. അതിൽ നിന്നും മാറി വേറെ വ്യത്യസ്ത മുഖം. എനിക്ക് കഴിഞ്ഞ ജന്മ ഈ കുട്ടി ചിലപ്പോൾ വലിയൊരു പൂജാരിയോ അല്ലെ വേറെ ദൈവത്തിൻ്റെ ഒരു പ്രതിവിധിക്കായി ആയിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനൊരു കാര്യത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധനായിട്ട് വന്ന കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഈ ഒരു മനസ്സ് ഈ കുട്ടിക്ക് വന്നതിൽ ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കുട്ടിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നടക്കട്ടെ. സംഭവം കേട്ടറിഞ്ഞ് നിരവധി ഭക്തർ ഋഗ്വേദിനെ കണ്ട് അഭിനന്ദിക്കാനും ഉപഹാരം സമർപ്പിക്കാനും എത്തിയിരുന്നു. ക്ഷേത്രം മേൽശാന്തി സുരേഷ് M. രാന്തിരി, മച്ചാട് പുന്നംപറമ്പ് ദേശം പ്രസിഡന്റ് K. രാമചന്ദ്രൻ. നമസ്കാരം. മച്ചാട്ടമ്മയുടെ ഒരു സേവകനാവുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഏതെങ്കിലും പുണ്യകർമ്മത്തിൻ്റെ പരിണിത ഫലമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വരാനും ഈ മണ്ണിൽ നടക്കാനും അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിനും ഈ ക്ഷേത്രത്തിനും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. അങ്ങനെ ചെയ്ത ഏതൊരു പുണ്യകർമ്മത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ കുട്ടിക്കും ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ആ എഫക്റ്റ് എത്രയോ അകലെയുള്ള ആളുകളാണ് നമ്മുടെ മച്ചാട് തിരുവാണിക്കാവിലെ ഈ പ്രവർത്തനത്തിലൂടെ, ഈ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുവാനും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു സ്വാമിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. തെക്കുംകര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി. എന്നും ജനങ്ങളിലെത്തിക്കുന്ന എനി ടൈം ന്യൂസ് ഇത്രയും മഹത്വരമായ ഒരു കാര്യം ചെയ്തു. മച്ചാട് തിരുവാണിക്കാവിലെ ഇപ്പോൾ ഈ കുട്ടി കളിച്ച് നടക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തും 3 മണിക്കായാലും 4 മണിക്കായാലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും അതെല്ലാം വേണ്ടാന്ന് വെച്ച് സൈക്കിളുമ്പോൾ തന്നെ വന്ന് സ്വാമി പറഞ്ഞേക്കാൾ മുമ്പേ ഈ കുട്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വന്ന് സ്വാമി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പ്രാപ്തമായി ഈ കുട്ടി കഴിഞ്ഞു. അപ്പോൾ പ്രായത്തിലുപരി എന്തോ ഒരു കഴിവ് ഈ കുട്ടിക്കുണ്ട്. ഭഗവതിയുടെ അനുഗ്രഹം ഈ കുട്ടിക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കല്ലമ്പാറ പടിഞ്ഞാറ്റുകര ദേശം പ്രസിഡന്റ് P. ശിവദാസ്. നമസ്കാരം. ഇപ്പം ഞാനിവിടെ കാലത്ത് ഇവിടെ വരാറുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ദക്ഷിണ തരുണ്ടോ ഇല്ലയോ നോക്കാണ്ട് തന്നെ ആൾ തീർത്തും തരും. അതുപോലെ തന്നെ അതും തരും. നല്ലൊരു ഐശ്വര്യമുള്ള, നമുക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ അത് ഇത്രയും കഴിവുള്ളൊരു കുട്ടി, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും കഴിവുള്ളൊരു കുട്ടിയെ കണ്ടെത്തിയ നമ്മുടെ രാജേട്ടനും അതുപോലെ എനി ടൈം ന്യൂസിനും സ്വാമിക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ദേവസ്വം അസിസ്റ്റന്റ് രമേശ് മൂസ, ട്രോപ്പിക് കോൺ XM ഡയറക്ടർ നിധിൻ, ക്ഷേത്രം കഴകം ജ്യോതി വാരസ്യ, സ്വീപ്പർ സച്ചിനി, അജിത് നായർ, നന്ദൻ തരകത്ത്, പത്മാവതി പാലിശ്ശേരി, KK ഭരതൻ മാസ്റ്റർ, എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ V.യുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 04884232 321 9188401013.
വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.